ആത്മീയ ജീവിതത്തിന്റെ സാഹസങ്ങൾ ഏറ്റെടുത്ത് 19-ാം നൂറ്റാണ്ടിലെ വിശ്വാസ പോരാളി എന്ന പേര് സ്വന്തമാക്കിയ ലോകപ്രശസ്ത സുവിശേഷകൻ ജോർജ് മുള്ളർ ലോകത്തോട് വിട പറഞ്ഞിട്ട് 123 വർഷങ്ങൾ പൂർത്തിയാകുന്നു. സുവിശേഷ പ്രഘോഷണത്തിലും അവിശ്രാന്ത പോരാട്ടങ്ങൾ നടത്തിയ അദ്ദേഹം 10,000-ലധികം അനാഥ കുഞ്ഞുങ്ങൾക്ക് അത്താണിയായി മാറിയ സ്നേഹപിതാവ് കൂടിയായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ വിവിധ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ തീക്ഷ്ണതയോടെ ദൈവവേലകളിൽ വ്യാപിച്ച പ്രഷ്യൻ സുവിശേഷ പ്രഘോഷകനായിരുന്നു ജോർജ് മുള്ളർ. ലോകസുഖങ്ങളിലും ആർഭാടങ്ങളിലും മുഴുകി ജീവിച്ചിരുന്ന ജോർജ് മുള്ളർ 1825 ഒരു ക്രൈസ്തവ കൂട്ടായ്മയിൽ പങ്കെടുത്ത ശേഷം തന്റെ ജീവിതത്തെ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കുകയായിരുന്നു. സുവിശേഷത്തെ അടുത്തറിയുകയും സുവിശേഷ സന്ദേശങ്ങളുടെ ശക്തനായ പ്രഘോഷകനായി അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്ത അദ്ദേഹം സുവിശേഷത്തെ പ്രതി വിശ്വാസത്തോടെ സാഹസങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഉത്സുകനായിരുന്നു. ബ്രിസ്റ്റോളിൽ തെരുവുകളിൽ അന്തിയുറങ്ങുന്ന അനാഥ കുഞ്ഞുങ്ങളുടെ ധാർമ്മിക അധപതനത്തിലും രോഗാവസ്ഥകളിലും നിസ്സഹായതയിലും അവർക്ക് കർത്താവിന്റെ സ്നേഹത്തിന്റെ ഉപകരണമാകാനുള്ള തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ മുള്ളർ 1836 തന്റെ ഭവനത്തിൽ തന്നെ അനാഥ കുഞ്ഞുങ്ങൾക്ക് പാർപ്പിടമൊരുക്കി. 1849 300 കുട്ടികൾക്കായി ഭവനമൊരുക്കാൻ ദൈവം അദ്ദേഹത്തിന് അവസരമൊരുക്കി. കുട്ടികളെ ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷകളിൽ സ്വർഗത്തിന്റെ ശക്തമായ ഉപകരണമായി മാറിയ അദ്ദേഹം കുട്ടികളുടെ ഭൗതിക ആവശ്യങ്ങൾക്കായി കണ്ടെത്തിയ ഒരേയൊരു മാർഗം അടിയുറച്ച ദൈവവിശ്വാസമായിരുന്നു. ദൈവിക കരുതലിന്റെ അത്ഭുത ഇടപെടലുകളുടെ ഘോഷയാത്രയായിരുന്നു മുള്ളറിന്റെ ശുശ്രൂഷാ ജീവിതം. ഭക്ഷണം കഴിക്കാനായി ഭക്ഷണമേശയിൽ കുട്ടികളെ നിരത്തിയിരുത്തിയ ശേഷം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വാതിൽക്കൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുകയും തുറന്നപ്പോൾ വേണ്ടുവോളം ബ്രെഡും പാലുമായി ദൈവം എത്തിച്ചവരെ കണ്ട് ഏവരും അത്ഭുതപ്പെട്ടതുമായ അനുഭവം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്ര സംഭവമായിരുന്നു. ബൈബിൾ വായനയിലും പ്രാർത്ഥനയിലും 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകിയതിനു പുറമെ മിഷണറിമാരെ പിന്തുണയ്ക്കുന്നതും ബൈബിളുകൾ വിതരണം ചെയ്യുന്നതും സുവിശേഷ വേദികളിൽ പ്രഘോഷിക്കുന്നതും അദ്ദേഹത്തിന്റെ ജീവിത ഭാഗങ്ങളായിരുന്നു. 70-ാം വയസ്സിൽ യൂറോപ്പ്, ഏഷ്യ, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ മിഷണറി യാത്രകൾ നടത്തിയ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ഗ്രീക്ക്, ഹീബ്രു ഭാഷകളിലുള്ള പ്രാവീണ്യം സുവിശേഷ വിസ്തൃതിക്ക് വലിയ മുതൽക്കൂട്ടായി പരിണമിച്ചവയാണ്. അക്ഷീണ പ്രയത്നങ്ങൾക്കിടയിലും പ്രാർത്ഥനയ്ക്കും വചനവായനയ്ക്കും സമയം നീക്കിവെച്ച 10,024 അനാഥ കുട്ടികളുടെ ആ സ്നേഹപിതാവ് 92-ാം വയസ്സിൽ 1898 മാർച്ച് 10 തന്റെ ഇഹലോക ദൗത്യം പൂർത്തിയാക്കി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. തന്റെ വേലയിൽ സമർപ്പണമുള്ളവരുടെ ജീവിതങ്ങളിൽ കുറവുകൾ നിറവുകളാക്കുന്ന ദൈവപിതാവിന്റെ സന്ദേശത്തിന്റെ പ്രകടനവേദിയായിരുന്ന ജോർജ് മുള്ളറിന്റെ സുവിശേഷ ദർശനം ക്രൈസ്തവർക്ക് മുഴുവൻ വെല്ലുവിളി ഉയർത്തുന്നതാണ്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.